ഹാർട്ട്ലി വെൽക്കം ടു കനാൻഡേഷൻ സീസൺ 2. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നതൊന്നും അവിടുന്ന് ചെയ്യുകയില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം ദൈവത്തെ പഠിക്കാറുണ്ട്. എന്റെ ഒരു നിസ്സാര വീഴ്ചയ്ക്ക് കാരണം ദൈവമാണ് എന്ന് പറഞ്ഞു. എന്നാൽ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചു നോക്കണം, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ നാം ശ്രമിക്കാറുണ്ടോ എന്ന്. അവിടുത്തെ ഇഷ്ടം അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്തെന്ന് നാം അറിയണം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാനാൻഡേശം സീസൺ 2 ഇന്നത്തെ ചൈത്രയാത്ര ഇവിടെ ആരംഭിക്കുന്നു. ബിഫോർ ദാറ്റ് ലെറ്റ് മി വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻഡേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒത്തിരി മനസ്സുകളിൽ വചനത്തിന്റെ വിത്തുകൾ വിതച്ച്, ഒത്തിരി ഹൃദയങ്ങളിൽ വചനത്തിന്റെ പൂമഴ പെയ്യിച്ച് കാനാൻഡേശം സീസൺ 2 അതിന്റെ യാത്ര തുടരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ക്ലെമന്റ് ഫ്രം കണ്ണമാലി. കണ്ണമാലിയിൽ നിന്ന് വന്നിരിക്കുന്ന മിസ്റ്റർ ക്ലെമന്റ് റോബർട്ട് ഫെർണാണ്ടസ് ഇന്നത്തെ നമ്മുടെ കോണ്ടസ്റ്റന്റ്. വളരെയധികം ദൈവാനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. കാനാൻഡേശം സീസൺ 2 ഹാർട്ടി വെൽക്കം മിസ്റ്റർ ക്ലെമന്റ്. താങ്ക് യു. കണ്ണമാലി പ്രോപ്പർ കണ്ണമാലിയാണോ? അവിടെ നിന്നാണോ വരുന്നത്? കണ്ണമാലിയാണ് അടുത്ത ടൗൺ. പക്ഷെ ഞാൻ കണ്ടക്കടവ് ഇടവകയിൽ നിന്നാണ്. അതായത് ആലപ്പുഴ രൂപതയുടെ ഇങ്ങേറ്റത്തെ ഫെറോന, വടക്കേറ്റത്തെ ഫെറോന കണ്ടക്കടവ്. കണ്ടക്കടവ് ഇടവകയിലെ അംഗമാണ്. അവിടുത്തെ നിങ്ങളുടെ വികാരി ഫാദർ സ്റ്റീഫൻ പുന്നക്കൽ. പറയൂ, നിങ്ങളുടെ ചർച്ച് അവിടുത്തെ ഇടവകയിലെ. യഥാർത്ഥത്തില് ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. 10 വർഷത്തിനു മുൻപ് ആലപ്പുഴ രൂപതയില് മങ്ങനാശ്ശേരിയില് കല്യാണം കഴിച്ചു ഇവിടെ സെറ്റിലായിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴും കണ്ടക്കടവ് ഇടവകയിലേക്ക് അംഗമാകുകയും അവിടെ എന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം ആണ്. ഇപ്പോ കൊച്ചിയാ. അപ്പോൾ എന്താണ് ക്ലെമന്റിന്റെ പ്രവർത്തന മേഖല? പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുക എന്നതാണ്. ശുശ്രൂഷകൾ ചെയ്യുന്നു. അതെ. അപ്പൊ അതിൽ ഒത്തിരി കേൾക്കാനുണ്ടാവാം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മത്സരത്തിലേക്ക് പോകാം, തുടങ്ങാം. ഓക്കെ. കാനാൻഡേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. ദ ഫസ്റ്റ് റൗണ്ട് ഇൻ കാനാൻഡേശം സീസൺ 2. 4 ചോദ്യങ്ങളുണ്ടാവും. 4 ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട്. 4 ചോദ്യത്തിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. 2 ചോദ്യത്തിന് അടുത്ത് ആൻസർ തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. 4 ചോദ്യത്തിനും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് പോയിന്റ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം. പോകാം. കാനാൻഡേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മിസ്റ്റർ ക്ലെമന്റിനുള്ള ആദ്യത്തെ ചോദ്യം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചത് ആരാണ്? ശ്രദ്ധിക്കാം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചത് ആരാണ്? ഓപ്ഷൻ എ യേശയ്യ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി മിക്ക ആൻഡ് ഓപ്ഷൻ ഡി സഖറിയ. ആരാണ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട് മുമ്പിൽ.
ഓപ്ഷൻ എ ഏഷ്യ. ഓപ്ഷൻ എ ഏഷ്യ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ഏഷ്യ. ഉറപ്പാണോ ആൻസർ? ഉറപ്പാണ് എന്നാണ് വിശ്വാസം. എന്നാൽ അത്ര ഉറപ്പല്ല. നോക്കാം. എനിഹാവ് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഏഷ്യ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഉറപ്പായിരുന്നു. ഏഷ്യ 53:4. നമ്മുടെ വേദനകളാണ് അല്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ച് കുരിശിൽ മരിച്ചത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ക്ലമന്റിന്റെ പോയിന്റിലേക്ക് നമുക്കൊന്ന് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിലെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യന് ക്ലമന്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. 10 പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ വേദനകൾ വഹിച്ച് മരിച്ച യേശുവിന്റെ സാക്ഷിയായിട്ടാണ് ക്ലമന്റിന്റെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഭാഗങ്ങൾ. അതിലാണ് നമ്മൾ മുമ്പേ നിർത്തിയത്. ഒന്ന് വരാമോ അവിടുന്ന്? തീർച്ചയായിട്ടും. ഈ ചോദ്യം തന്നെ എന്റെ ജീവിതത്തിന്റെ മേഖലകൾ, ഞാൻ എന്റെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ, ആയിരിക്കേണ്ട സാഹചര്യം എന്നതൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിച്ചാണ് ഈ ചോദ്യം തന്നെ എനിക്കിത് ആദ്യം തന്നത്. എന്റെ വേദനകളാണ് അവൻ സഹിച്ചത്, ഏറ്റെടുത്തത്. വളരെ ചെറുപ്പം മുതല് വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വേദനകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് 11 മക്കളാണ്. 4 പേര് വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. 11ാമത്തെ വ്യക്തിയാണ് ഞാൻ. തന്നിഷ്ടപരമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്റെ വിദ്യാഭ്യാസം ഏകദേശം കൗമാരപ്രായത്തിലെത്തുമ്പോൾ എന്റെ അമ്മയും അപ്പനും വയസ്സായി തുടങ്ങി. സഹോദരങ്ങളൊക്കെ പല മേഖലകളിലേക്ക് പോവുകയും ചെയ്തു. നിയന്ത്രണമില്ലാത്ത ജീവിതമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഇന്ത്യൻ റാഷണലിസ്റ്റ് സ്റ്റുഡൻസ് യൂണിയന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ചെറിയ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. 24 വയസ്സുവരെ. പക്ഷെ എന്റെ കർത്താവ്, എന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ കർത്താവിനുണ്ടായിരുന്നു. ജെറേമിയ 29:11 പോലെ ഞാൻ നിരീശ്വരവാദിയായിരിക്കുന്ന സമയത്ത് ദൈവം ഇല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ബൈബിൾ, ഖുറാൻ, ഋഗ്, യജൂർ, സാമ, ഈ 3 വേദങ്ങളും കുറെ പുരാണങ്ങളൊക്കെ മലയാള പരിഭാഷകൾ വായിക്കുകയുണ്ടായി. കുറെ കാലം കഴിഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ ദൈവമില്ല എന്ന് പറഞ്ഞ സ്കിറ്റുകൾ എഴുതുകയും അത് ഡയറക്റ്റ് ചെയ്യുകയും അത് അഭിനയിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പാട്ട് എഴുതുമായിരുന്നു, കവിത എഴുതുമായിരുന്നു, ദൈവം ഇല്ല എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് വന്നുപെട്ടത്? ചെറുപ്പം മുതല് ഞാൻ വായിക്കുന്ന ബുക്കുകൾ നിരീശ്വരവാദത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതായിരുന്നു. ജോൺ സൈരൂറിന്റെ പുസ്തകം, A.T. കോവൂറിന്റെ പുസ്തകം, ജോസഫ് ഇടമറകിന്റെ പുസ്തകം, അങ്ങനെയുള്ള, അതുമാത്രമല്ല തർക്കശാസ്ത്രത്തില് ഞാൻ പ്രീ ഡിഗ്രിക്ക് തർക്കശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈ ലോജിക്ക്, ഡിലമ, ഫാലസി, ഇങ്ങനെയുള്ള സംഗതികൾക്ക് ചെയ്യുവാൻ വേണ്ടിയും ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലുള്ള പുസ്തകങ്ങളായിരുന്നു. ക്ലമന്റിന്റെ കഥയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം, ക്ലമന്റ് അനുഭവങ്ങളുടെ. അതിനു മുമ്പ് നമുക്ക് മത്സരത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ സിൽവർ റൗണ്ടിൽ ക്ലമന്റിനുള്ള 2ാമത്തെ ചോദ്യം. നീയും ആ ഗലീലിക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ. പ്രധാന പുരോഹിതന്റെ പരിചാരിക ഇങ്ങനെ ചോദിച്ചത് ഏത് ശിഷ്യനോടാണ്? നീയും ആ ഗലീലിക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ. പ്രധാന പുരോഹിതന്റെ പരിചാരിക ഇങ്ങനെ ചോദിച്ചത് ഏത് ശിഷ്യനോടാണ്? ഓപ്ഷൻ എ യോഹന്നാനോട്, ഓപ്ഷൻ ബി യൂദാസിനോട്, ഓപ്ഷൻ സി പത്രോസിനോട്,
ഓപ്ഷൻ ഡി യാക്കോബിനോട്. ആരോടാണ്? ഓപ്ഷൻ സി പത്രോസിനോട്. ഓപ്ഷൻ സി പത്രോസിനോട്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി പത്രോസിനോട്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. പത്രോസിനോട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മത്തായി 26:69. അതെ, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഗുരു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഒരുപാട് ഗുരുവിന്റെ പിൽക്കാലത്തെ സഭയെ മക്കളെ നയിക്കുവാൻ വേണ്ടി നേരത്തെ കണ്ടെത്തുകയും ചെയ്ത ആ ശിഷ്യൻ ഗുരു പറയുകയും ചെയ്തു, 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുന്നു. എന്നിട്ടും വളരെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒരിക്കലും ഇല്ല ഗുരു എന്ന് പറയുകയും ചെയ്തിട്ട് ആ നിമിഷം അങ്ങനെ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വചനഭാവം വായിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് നമുക്കും ഇത്രയാണോ നമ്മുടെ വിശ്വാസം എന്ന് ചിന്തിക്കേണ്ടി വരും. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. പത്രോസ് തള്ളി പറയുന്ന സമയത്ത് യേശു അവനെ നോക്കി. ആ സീൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഫുൾ എഫക്ട് ആ പടത്തിൽ മെൽ ജിബ്സൺ വരച്ചു കാട്ടിയിട്ടുണ്ട്. ആ ഒരു നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചിറങ്ങും. ഒറ്റ നോട്ടത്തിൽ പത്രോസ് പശ്ചാത്താപ വിവശനാവുകയാണ്, അല്ലേ? തീർച്ചയായും ഈശോയുടെ നോട്ടം. അത് ബൈബിളിൽ ഇങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ, ഞാൻ പലപ്പോഴും ഒരു കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്കിറ്റാണെങ്കിൽ പോലും ഈശോയിൽ കുരിശി തറയ്ക്കുന്ന ആ സീൻ കാണിക്കുമ്പോൾ ആ സീനിൽ എത്രമാത്രം അപാകതകൾ ഉണ്ടെങ്കിലും, അവരുടെ മേക്കപ്പ് സ്റ്റൈലിലും അവർ ചെയ്യുന്ന പെർഫോമൻസിലും ഒക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സീൻ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും അറിയാതെ. ഈ ഒരു സീൻ ചില സമയത്ത് അഹങ്കാരത്തോടുകൂടി വചനം പറയുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ ഈ വചനം ഭാഗം പങ്കുവയ്ക്കുമ്പോൾ നമ്മളിലേക്ക് ആഴമായിട്ടൊരു വലിയൊരു തീക്ഷ്ണമായ ഒരു എന്തോ ഒന്ന് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് തോന്നും. നീ നിന്നെ തന്നെ ഒന്ന് നോക്കുക എന്ന്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിൽവർ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ക്ലെമന്റെ സ്കോർ അറിയണ്ടേ? ഷാലറ്റിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലെമന്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. സിൽവർ റൗണ്ട് സെക്കൻഡ് ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. പോകാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്ലെമന്റിനുള്ള മൂന്നാമത്തെ ചോദ്യം. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയുന്ന പർവ്വതം ഏതാണ്? ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയുന്ന പർവ്വതം ഏതാണ്? ഓപ്ഷൻ എ സീനായി, ഓപ്ഷൻ ബി സിയോൻ, ഓപ്ഷൻ സി ബാഷാൻ ആൻഡ് ഓപ്ഷൻ ഡി ഏബാൽ. ഏത് പർവ്വതമാണ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയും? ഓപ്ഷൻ ബി സിയോൻ. ഓപ്ഷൻ ബി സിയോൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി സിയോൻ. ക്ലെമന്റിന്റെ ഒരു ബോഡി ലാംഗ്വേജിലുണ്ട് ഇത് കോൺഫിഡന്റ് ആണ് ഈ ആൻസർ. റോബ് ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്കത് നോക്കാം, ആൻസർ നോക്കാം. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി സിയോൺ ഇസ് ദ റൈറ്റ് ആൻസർ. സിൽവർ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. സങ്കീർത്തനങ്ങളിൽ 2:6. തീർച്ചയായും ചോദിക്കാം ഷാലറ്റിനോട്. ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗെയിൻ സിൽവർ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ക്ലെമന്റ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. ക്ലെമന്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നിരീശ്വരവാദത്തിലൂടെ കടന്നുവന്ന യൗവനം
എവിടെ വെച്ചാണ് ഇന്ന് ഈ ഗോൾഡൻ സീറ്റിലിരിക്കുന്ന ക്ലമന്റിലേക്ക് ഒരു പരിവർത്തനം? ഏകദേശം 24-ാമത്തെ വയസ്സ്. ഞാനന്ന് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലയോള നാടകവേദി എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു നാടകവേദിയിൽ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നാടക ട്രൂപ്പില് റിഹേഴ്സലിന് പോയിട്ട് വരുമ്പോഴൊക്കെ രാത്രിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഇങ്ങനെ ബുക്കുകളൊക്കെ വായിച്ച് ഈ ദൈവമില്ല എന്നാൽ ധ്യാനത്തിന് പോകും. പള്ളികളിൽ ധ്യാനം നടക്കുമ്പോൾ അവിടെ പോകും. അവിടെ ചെന്നിരുന്നിട്ട് ആൾക്കാർ വചനം പറയുമ്പോൾ കൂട്ടുകാരെ ഇപ്പുറത്ത് വിളിച്ച് ആ സെക്കൻഡിന് അത് എതിരായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ മാത്രമല്ല, കൂട്ടുകാരൊക്കെ ഉണ്ട്. ഒരു ദിവസം രാത്രി ഈ റിഹേഴ്സലും കഴിഞ്ഞ് ഞാൻ ധീരത കാണിക്കുവാൻ വേണ്ടി സെമിത്തേരിയുടെയും അതിന്റെ അപ്പുറത്ത് ഒരു വലിയ മതിലുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ എപ്പോഴും സൈക്കിളിൽ വരും. അങ്ങനെ ഇരുന്നപ്പോഴും എന്റെ മനസ്സിൽ ഒരു ചെറിയ ചോദ്യം ആരോ ചോദിച്ചു, നീ ആരുടെ ധൈര്യത്തിലാ ഇത് ചെയ്യുന്നത്? ആരുടെ ധൈര്യത്തിലാ നീ ഇത് ചെയ്യുന്നത്? നീ എനിക്കെതിരായിട്ട് പറയുന്നത്? എനിക്കത് മാത്രമേ ഓർമ്മ വന്നുള്ളൂ. ഞാൻ സൈക്കിളോടെ അവിടെ അടിച്ചു വീണു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നീട് വീട്ടുകാർ പറഞ്ഞു, ഞാൻ പേടിച്ചു വിറച്ചു വീട്ടിൽ വന്നു. അങ്ങനെ അമ്മയും അപ്പനും അടുത്തുള്ള ചേട്ടനെയൊക്കെ വിളിച്ചു, ഒരു കൊന്തയൊക്കെ കഴുത്തിലിട്ട് വന്നു എന്ന് അവര് പറഞ്ഞു. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉണരുമ്പോൾ അതായത് എന്റെ പെങ്ങളുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അവർ കരയുകയാണെന്ന്. എന്റെ ചേട്ടനും എന്റെ അടുത്തേക്ക് വന്നു നിന്നു. അപ്പോഴെനിക്ക് തോന്നി, ഇതാ ആരെ എന്നെ തള്ളിയിട്ടെന്ന്. അപ്പോൾ ഞാൻ ബൈബിളൊക്കെ വായിക്കുന്ന ആളാണല്ലോ. എന്റെ മനസ്സിൽ സാവൂളിന്റെ കഥ ഓടി വന്നു. നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള പാണ്ഡിത്യം എല്ലാം തന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വിവരവും ജ്ഞാനവും ഒക്കെ കർത്താവ് തന്നതാ. എന്തിനാ നീ പീഡിപ്പിക്കുന്നത്? അപ്പോഴെനിക്ക് മനസ്സിലായി, സാവൂളിനെ കർത്താവ് ഇത്രയും വലിയ വ്യക്തിത്വം സാവൂളിനെ നേടിയെങ്കിൽ എന്നെ നേടാൻ വേണ്ടി കർത്താവിന് ഒരു സമയമൊന്നും വേണ്ടല്ലോ. ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്തു. അന്നു മുതൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ പള്ളിയിൽ ജീസസ് യൂത്തിന്റെ കൂട്ടായ്മ ഉണ്ട്. ഇതിലുള്ള കൂട്ടുകാരൊക്കെ പിള്ളേരൊക്കെ എന്റെ കൂട്ടുകാരാ. ഞാൻ എപ്പോഴും അവരുമായിട്ട് തർക്കിക്കുന്ന ആളാ. പക്ഷെ ഞാൻ പോയി, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ എന്റെ പ്രവർത്തനം എല്ലാം കർത്താവിലേക്ക്. ആ ഒറ്റ ഇൻസിഡന്റ് കർത്താവ് കറക്റ്റ് പ്ലേസിൽ പിടിച്ചു. അതിനു മുമ്പ് കുമ്പസാരിക്കാൻ വേണ്ടി അമ്മയുടെ നിന്ന് പൈസ വാങ്ങിക്കും. പള്ളിക്കകത്ത് പോയിട്ട് അമ്മ ദൂരെ നിന്ന് നോക്കും, ഞാൻ പൈസയും വാങ്ങി കുറെ നേരം അതിന്റെ അകത്തിന് തമാശ മൊത്തം ഇതുവഴി അങ്ങ് ഇറങ്ങി പിതാവിനും പുത്രനും വെച്ച് ഇറങ്ങിപ്പോയ ആളാ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ ഒരു വലിയ ഇടപെടൽ തീർച്ചയായിട്ടും ക്ലമന്റിന്റെ ജീവിതത്തിൽ ഉണ്ടായി. തീർച്ചയായിട്ടും ഈ ക്ലമന്റിനെ, ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ക്ലമന്റിനെ വാർത്തെടുത്ത് അല്ലെ, അതെ, ഈ സീറ്റിലേക്ക് എത്തിച്ചത് കർത്താവിന്റെ ഇടപെടലാണ്. തീർച്ചയായിട്ടും വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്ലമന്റിനുള്ള 4ാമത്തെ ചോദ്യം. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഏത് സഭയോടാണ് വെളിപാട് പുസ്തകം ഇങ്ങനെ പറയുന്നത്? ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഏത് സഭയോടാണ് വെളിപാട് പുസ്തകം ഇങ്ങനെ പറയുന്നത്? ഓപ്ഷൻ എ ലവോദിക്യയിലെ സഭയോട്, ഓപ്ഷൻ ബി എഫേസോസിലെ സഭയോട്, ഓപ്ഷൻ സി സാർദീസിലെ സഭയോട്, ഓപ്ഷൻ ഡി ഫിലദൽഫിയയിലെ സഭയോട്. നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബി എഫേസോസിലെ സഭയോട്. ഓപ്ഷൻ ബി എഫേസോസിലെ സഭയോട്. ഉറപ്പാണ്? ഉറപ്പാണ്. കോൺഫിഡന്റ്? കോൺഫിഡന്റ്.
ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി, എഫേസോസിലെ സഭയോട്. എന്താണ് ഒരു ചാഞ്ചാട്ടം? ചാഞ്ചാട്ടമല്ല, ഞാൻ ഈ 7 സഭയ്ക്ക് എഴുതിയതൊക്കെ വായിച്ചു. എഫേസോസിലെ സഭയോടാണ് എന്ന് ഇപ്പോൾ ആത്മാവ് മന്ത്രിക്കുന്നു. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. എഫേസോസിലെ സഭയോട് ഈസ് ദ റോങ് ആൻസർ. എവിടെയോ വേറെ ഓപ്ഷൻസ് ഏതെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? ഫിലദൽഫിയയിലെ സഭയോട് എന്നുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പ്രൊജക്ട് ചെയ്തിരുന്നത് എഫേസോസിലെ സഭയാണ്. എനിഹൗ നമുക്ക് കൂടെ വന്നിരിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കാം, അവർക്കറിയാമോ എന്ന്. ആർക്കെങ്കിലും അറിയാമോ അതിന്റെ റൈറ്റ് ആൻസർ? സാർദീസിലെ സഭയോട്. വീണ്ടും ഇവിടെ ഫിലാദൽഫിയയിലെ സഭയോട്. എനി അതർ ചോയ്സ്? ഓപ്ഷൻ എ, ലവോദിക്കയിലെ സഭയോട്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ലവോദിക്കയിലെ സഭയോട്. റൈറ്റ് ആൻസർ ക്ലമന്റിന്റെ പത്നിയല്ലേ? അതെ അതെ. എനിഹൗ സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സ്കോർ ബാങ്കിലേക്ക് പോകാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഫോർ ദി സിൽവർ ക്വസ്റ്റ്യൻ. ക്ലെമന്റ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ ക്ലെമന്റിന് ലഭിക്കുന്ന ടോട്ടൽ സ്കോർസ് 30 പോയിന്റ്സ്. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കനാദീസും സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്? ചോദ്യം ഒരിക്കൽ കൂടി. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്? ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandis@gmail.com. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. അടുത്ത റൗണ്ടിലേക്ക് പോകാം. അതിനു മുൻപ് ലാസ്റ്റ് ആൻസർ റൈറ്റ് ആയിട്ട് പറഞ്ഞത് ക്ലമന്റിന്റെ പത്നിയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഒന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് ഷിനി, ഹൗസ് വൈഫാണ്. ഷിനി, കുട്ടികൾ, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം? പറയാൻ പറ്റുമോ നിങ്ങളുടെ കുടുംബത്തിന്റെ? പ്രാർത്ഥനക്കൊക്കെ പോവും. ഞങ്ങള് പിള്ളേര് സ്കൂളിൽ നിന്ന് വന്നാലും അവരുടെ പോർഷൻസ് എല്ലാം ഞാൻ ഇരുത്തി പഠിപ്പിക്കുന്ന. ഞാൻ ടീച്ചറാണ്. എങ്കിലും സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ വൈകിട്ട് 6 മണിയാകുമ്പോ ബൈബിൾ വായിപ്പിക്കും, പ്രാർത്ഥിപ്പിക്കും ഒക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അവരുടെ പോർഷൻസ് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. സ്കൂളിൽ നിന്ന് വന്ന് സ്വന്തമായി ഹോംവർക്ക് ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും, മോനാണെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, വെരി ഗുഡ്. മോളാണെങ്കിൽ ആവശ്യത്തിന് മാർക്കുണ്ട്, എന്നാലും പിടിച്ചു വന്ന് കയറിയാണെങ്കിൽ ഫസ്റ്റ് ആവും. പക്ഷെ അവരങ്ങനെ പഠനകാര്യത്തിൽ അങ്ങനെ അധികം എന്തായിട്ട് വിടാറില്ല. എന്നാലും ഈശോയെ പ്രാർത്ഥിച്ചു കൊടുക്കാനും ബൈബിള് വായിച്ചു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ വൈകിട്ട് 6 മണിയാവുമ്പോ സങ്കീർത്തനങ്ങളൊക്കെ രണ്ടുപേരും ഇരുന്ന് വായിക്കും. അതിലെ സ്തുതിഗീതം വായിച്ചു ഇപ്പൊ പകുതി മുക്കാലം ഒരിക്കൽ ബൈഹാർട്ടാണത്. അത് ശരി. സങ്കീർത്തനങ്ങളൊക്കെ. നല്ല കുട്ടികൾ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 സെക്കൻഡ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. കനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ഗോൾഡൻ റൗണ്ടിൽ ക്ലമന്റിനുള്ള ആദ്യത്തെ ചോദ്യം. ഹന്നായുടെ കീർത്തനം സാമുവേലിന്റെ പുസ്തകത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണുള്ളത്? ഹന്നായുടെ കീർത്തനം സാമുവേലിന്റെ പുസ്തകത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണുള്ളത്? ആൻസർ അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ ഉണ്ട്, ബൈബിൾ യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. 1 മിനിറ്റ് ആലോചിച്ചു നോക്കൂ. ഏകദേശം അറിയാം, പക്ഷെ എങ്കിലും ബൈബിളിലേക്ക് പോകാം. ലൈഫ് ലൈൻ തെറ്റാണ്.
ഹന്നായുടെ കീർത്തനം സാമുവേലിന്റെ പുസ്തകത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണ്? Seconds remaining. Sorry, Clement. Time out. വെച്ചോളൂ. കിട്ടിയില്ല. ഒന്ന് ഗസ് ചെയ്താലോ? ഗസ് 3-ാം അധ്യായം എന്നാണ് തോന്നുന്നത്. 3-ാം അധ്യായം. അവിടെ നിന്നും വേറെ ഏതെങ്കിലും അഭിപ്രായമുണ്ടോ? 3-ാം അധ്യായം എന്ന് 3-ാം അധ്യായം തന്നെയാണ് ഹാരിയും. ബ്രദർ? 5-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായം. എനിക്കോ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. 2-ാം അധ്യായം ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ 2 പേർക്കും തെറ്റി. എനിക്കോ ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ ക്ലമന്റിന്റെ പോയിന്റിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ക്ലെമന്റ് ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. വൈഫിനെ പരിചയപ്പെട്ടു. മുമ്പിലിരിക്കുന്ന 2 ക്ലാസ്സിലെ മിടുക്കൻ ഒന്ന് കൊടുക്കും അവരുടെ കയ്യിൽ. അവന്റെ പേര് പറയൂ. എന്റെ പേര് അബ്സലോം ബെനഡിക്ട്. ഞാൻ സെന്റ് സേവേഴ്സ് പബ്ലിക് സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ? അതെ. അങ്ങനെ തന്നെ വരട്ടെ. വീണ്ടും. ഓക്കെ. എല്ലാ ആശംസകളും. അപ്പുറം ഇരിക്കുന്ന ആ ചിരിക്കുടുക്കയ്ക്ക് കൊടുക്കൂ. ഫുൾ ടൈം ചിരിയാണ്. എന്റെ പേര് അബില ബെൻസി. അബില ബെൻസി. ഞാൻ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ പഠിക്കുന്നു. ഏത് ക്ലാസ്സിൽ? സെക്കൻഡ്. അമ്മ പറഞ്ഞു മനസ്സ് വെച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കാം, പക്ഷെ ഇച്ചിരി ഉഴപ്പാണെന്ന് പറയുന്നു. ഇനി അത് മാറ്റുമോ? ഞാൻ വിളിച്ച് ചോദിക്കും അടുത്ത ക്ലാസ്സുകളിൽ. ഫസ്റ്റ് ആയിരിക്കണം. റെഡി? ഓക്കെ അല്ലേ? പറ. ഓക്കെ. അപ്പോൾ പുറകില്ല സാറിന്റെ ഫ്രണ്ട്സ്. എന്റെ ഒരു പീറ്റർ എന്നാണ്. മാനാശ്ശേരി. എന്ത് ചെയ്യുന്നു? ബൈബിൾ ശുശ്രൂഷ ചെയ്യാനാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷയുമുണ്ട്. ക്ലമന്റിന്റെ കൂടെ തന്നെയാണ്? നിങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഒരുമിച്ച് തന്നെ ബൈബിൾ ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ എവിടെ? ബ്രദർ തന്നെയാണോ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്? നേതൃത്വം എന്റെ വൈഫാണ് കൊടുക്കുന്നത്. എവിടെയാണ് ഭക്ഷണം കൊടുക്കുക? ഞങ്ങൾ തോപ്പമ്പടി ഗവൺമെന്റ് ആസ്പത്രിയില്. തോപ്പമ്പടി ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ഏത് സമയത്തെ ഭക്ഷണം? ഞങ്ങള് ഉച്ച സമയത്ത് ഭക്ഷണം കൊടുക്കും. എത്ര പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ? ഞങ്ങള് ഒരു 150-200 പേർക്കുള്ള ഭക്ഷണം കണക്കാക്കിയാ കൊടുക്കുന്നത്. 200 ചില രോഗികളാകുന്ന നേരത്തെ അവര് സുഖം പ്രാപിച്ചൊക്കെ പോകുമല്ലോ. അപ്പൊ അത് 200 പേരുള്ള രോഗികൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ എവിടെ നിന്നാണ് ഈ ഭക്ഷണത്തിനുള്ള സപ്പോർട്ട്? നമ്മളുടെ സ്നേഹിതന്മാര്, അങ്ങനെ ദൈവം നമ്മൾക്ക് കുറെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തന്നിട്ടുണ്ട്. അവര് നമുക്ക് ഇതുവരെ മുടക്കമില്ലാതെ ഇങ്ങനെ മാസത്തിലുള്ള എന്തെങ്കിലും ഇതിനു വേണ്ടിയൊക്കെ ഉള്ള പൈസ തന്നുകൊണ്ടേക്കും. ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട്. അപ്പൊ എല്ലാ ദിവസവും ഇത് പാചകം ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയാണോ? ഞങ്ങൾ കുട്ടളത്തിൽ വലിയ പാത്രങ്ങളിലാക്കിയിട്ട് വിളപ്പി കൊടുക്കുക കൊണ്ടുപോയിട്ട്. അങ്ങനെ സ്വയം പാചകം ചെയ്യുകയാണത്? ഞങ്ങള് വീട്ടില് അടുത്തുള്ളവരൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് വൈഫാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഭക്ഷണം ശരിയാക്കുന്നതിന്. പിന്നെ മരുമക്കളുണ്ട്. അവർ 2 പേര് അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ അനാഥ മന്ദിരങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ആഴ്ചയിൽ 3 ദിവസം ഭക്ഷണം കൊടുക്കും. പിന്നെ ആഴ്ചയിൽ 4 ദിവസം ബൈബിള് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഈശോയെ അറിയിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല, നിസ്സാര അധ്വാനമല്ല അതിന്റെ പുറകിലുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ 7 വർഷത്തോളമായി 7 വർഷം ഭക്ഷണം കൊടുക്കുന്നത്. ബൈബിൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷമായി. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. വേറൊരു എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ
പ്രവൃത്തിയില്ലാത്ത വചനം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പലരും പറയാറുണ്ട്. പക്ഷെ ഇതാണ് യഥാർത്ഥ വിശ്വാസം. കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന്. അനാഥർക്കും ആലംബഹീനർക്കും റെഗുലറായി ഫുഡ് കൊടുക്കാനുള്ള ആ ഒരു പ്രയത്നം, അതിന്റെ പിന്നിലുള്ള സഹനം, അതൊക്കെ എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ബ്രദറിനെ പോലെ ഒരാൾ ഈ കാനാൻ ദേശം സീസൺ 2 ക്ലമന്റിന്റെ കൂടെ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. അതിനു മുമ്പ് ഗോൾഡൻ റൗണ്ടിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്ലമന്റിനുള്ള രണ്ടാമത്തെ ചോദ്യം. ജെറമിയ തന്റെ പ്രവാചക ദൌത്യം ആരംഭിക്കുന്ന കാലത്ത് യൂദയായിലെ രാജാവ് ആരായിരുന്നു? ജെറമിയ തന്റെ പ്രവാചക ദൌത്യം ആരംഭിക്കുന്ന കാലത്ത് യൂദയായിലെ രാജാവ് ആരായിരുന്നു? ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. ആൻസർ അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. ആൻസർ അറിയാം, പക്ഷെ അത് ലൈഫ് ലൈൻ ജെറമിയ തന്റെ പ്രവാചക ദൌത്യം ആരംഭിക്കുന്ന കാലത്ത് യൂദയായിലെ രാജാവ് ആരായിരുന്നു? പറഞ്ഞു. ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്ത്. ജോസിയായുടെ മകൻ യഹോയാക്കിം. ശ്രദ്ധിച്ചു വായിക്കൂ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. യൂദയായിലെ രാജാവ് ആരായിരുന്നു? ടൈം കഴിഞ്ഞിരിക്കുന്നു. ചോദിക്കാം. ക്ലമന്റ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. റെഡി ക്ലമന്റ്? കമ്പ്യൂട്ടർ പ്ലീസ്. ജോസിയ ഇസ് ദ റൈറ്റ് ആൻസർ. ജോസിയയുടെ മകൻ എന്നാണ് ക്ലമന്റ് ആൻസർ ചെയ്തത്. ജെറമിയ ആമുഖത്തിൽ തന്നെയുണ്ട്. ആദ്യത്തെ സെന്റൻസ് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഏത് അധ്യായമാണ് വായിച്ചത്? 1-ാം അധ്യായമാണ് വായിച്ചത്. ആമുഖത്തിലാണ്. എനിഹോ, സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് അൺഫോർച്ചുനേറ്റ്ലി ക്ലെമന്റ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് ക്ലെമന്റിന് നോ പോയിന്റ്സ്. മത്സരത്തിന്റെ നിയമപ്രകാരം അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റിന് -10 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലെമന്റിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു സഹോദരനെ കൂടെ പരിചയപ്പെടാനുണ്ട്. എന്റെ പേര് സൈറസ് എന്നാണ്. സൈറസ്. ആലപ്പുഴ ഡിവിഷനിൽ. ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ ഡിവിഷൻ മാനാശ്ശേരി എന്ന് പറയും. മനാശ്ശേരി. കണ്ണമാലി ചെല്ലാനം റൂട്ടിൽ മാനാശ്ശേരി ഇടവ, സെന്റ് മൈക്കിൾസ് ഇടവയിലാണ്. എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ? ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്. ക്ലമന്റ് ഇവിടെ വന്നപ്പോൾ തുടങ്ങി ശുശ്രൂഷയിൽ എന്നോടുകൂടെ പങ്കെടുക്കുക. ഞാൻ കൊച്ചി സോണിലെ തോപ്പുംപടി സബ് സോണിലെ ട്രഷറായിരുന്നു. ഓക്കെ. അപ്പൊ ആ ടൈമിൽ എന്നോട് ശുശ്രൂഷക്ക് പങ്കെടുക്കും. ദേവാലയത്തിലെ ലീഡറാണ്, പ്രയർ ഗ്രൂപ്പിൽ ലീഡറാണ് ഞാൻ. അങ്ങനെ ക്ലമന്റിനായിട്ട് കമ്പനിയാകുന്നത്. അപ്പൊ എല്ലാവരും ഈ പ്രാർത്ഥനയുടെ അരൂപിയിൽ അങ്ങനെയുള്ള കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനിയാണ് എല്ലാവരും. അതാണ് ക്ലമന്റിന് സപ്പോർട്ടായിട്ട് ഇവിടെ. അതെ അതെ. ഇപ്പം എന്താണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഇപ്പൊ ഞാൻ ചെമ്മീനും മീനൊക്കെ വളർത്തുന്നതിന്റെ സെക്യൂരിറ്റിയാണ്. സ്വന്തമായിട്ടൊന്നും ചെറുതായിട്ട് വളർത്തുന്ന ഇതുണ്ട്. ചെമ്മീൻ പാടങ്ങൾ സ്വന്തമായിട്ട്. അതെവിടെയാണ്? അത് പള്ളിത്തോട് എന്ന് പറയും. ഈ ചെല്ലാനം കഴിഞ്ഞിട്ട് പോണം, കുറച്ചുകൂടി പോണം. അപ്പൊ രാത്രിയാണോ അതിന് കാവല്? അങ്ങനെയാണ്. നൈറ്റും ഡേയിലും ഉണ്ട്. എന്നെ 2 പിള്ളേരുണ്ട്, അവരും എന്നോട് സപ്പോർട്ട് ഇതിനു വേണ്ടി. അതിന് ആരിൽ നിന്നാണ് നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടത്? അത് ഇപ്പൊ നമ്മള് സാമൂഹികമായിട്ട് വളരെ മനസ്സിൽ വളരെ മോശം ചിന്താഗതിയുള്ളവരുണ്ടാവും. അവർ കട്ട് പിടിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും. പിന്നെ പ്രകൃതിനോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറണം.
എന്നാലും നല്ല വെള്ളം കയറ്റി ഇറക്കുന്നതിന്റെ ഇതൊക്കെ മോശമാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് പരിചരിക്കണം. നഷ്ടമായി പോകും. ഓക്കെ. കഴിഞ്ഞിടയ്ക്ക് എനിക്ക് കുറെ നഷ്ടമായി. ഓക്കെ. ഇപ്പോൾ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ക്ലെമന്റിന് സപ്പോർട്ടായിട്ട് വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്ലെമന്റിനുള്ള മൂന്നാമത്തെ ചോദ്യം. സൃഷ്ടിയുടെ മകുടമായി 8ാമത്തെ സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആരെയാണ്? സൃഷ്ടിയുടെ മകുടമായി 8ാമത്തെ സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ അറിയാം. പറഞ്ഞോളൂ. മനുഷ്യപുത്രനെ. മനുഷ്യപുത്രനെ. കറക്റ്റായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കാം. മനുഷ്യപുത്രനെ. മനുഷ്യനെ. മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ ഈശ്വരൻ. മനുഷ്യൻ. അതാണ് ഉദ്ദേശിച്ചത്. മനുഷ്യൻ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. മനുഷ്യനെ. റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. എന്റെ മക്കളെപ്പോഴും വായിക്കുന്നതാ ഈ ഭാഗം. അതിങ്ങനെ കേട്ടത്. അപ്പോൾ പപ്പായുടെ ഈ സ്കോറിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഗോൾഡൻ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ക്ലെമന്റ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. ക്ലെമന്റ് യു ആർ ഗെറ്റിംഗ് 10 points. 10 points. ഗോൾഡൻ റൗണ്ടിൽ ഇനി ഒരു ചോദ്യം കൂടി മാത്രം. ചെറുപ്പകാലത്ത് നിരീശ്വരവാദിയായിരുന്ന കാലത്ത് ഒത്തിരി കവിതകൾ, പാട്ടുകളൊക്കെ എഴുതുമെന്ന് പറഞ്ഞിരുന്നു. ആ കഴിവൊക്കെ ദൈവത്തിന് വേണ്ടി ഇപ്പോൾ വിനിയോഗിക്കുന്നുവെന്ന് പറഞ്ഞു. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴ് ലിറിക്സ് എഴുതി ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിറിക്സും ഞാൻ എഴുതിയത്. ഡിക്സൺ കണ്ടക്കടവെന്ന് പറഞ്ഞ ഒരു ദൈവമകൻ അത് സംഗീതം ചെയ്തു. ആൽബത്തിന്റെ പേരെന്ന് പറയും. നെയ്യേൽ. ദൈവം വസിക്കുന്നിടം. നൈസ് നെയിം. പേരും എന്റേത് തന്നെയാണ്. അറിയപ്പെടുന്ന ഗായകർ പാടിയതാണ്. ഒരുവിധം നല്ല രീതിക്ക് അത് മൂവ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഒരു വലിയൊരു ഗ്രേറ്റ് എന്ന് പറയുന്നത് കർത്താവ് എന്നിലൂടെ ധ്യാനിപ്പിച്ചെടുത്ത 10 പിള്ളേര് ചേർന്നാണ് ഈ പാട്ടിറക്കിയത്. ഇതിന്റെ കോസ്റ്റ് എല്ലാം മുടക്കി ഇറക്കിയത്. പ്രൊഡ്യൂസേഴ്സ് ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട്. അതായത് സർവാധിശക്തനും കർത്താവുമായ ദൈവം വാഴുന്നു എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഗ്രൂപ്പാണ്. അവരാണ് ചെയ്തത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്കാണ്. അതുകൊണ്ട് അവർ ഇതിലേക്ക് ഇറങ്ങിയില്ല. വീണ്ടും പ്രാർത്ഥന ചൈതന്യത്തിലേക്ക് അവർ പോകുന്നുണ്ട്. നമുക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്ലെമന്റിനുള്ള 4ാമത്തെ ചോദ്യം. നല്ല ഇടയനെ പറ്റിയുള്ള യേശുവിന്റെ പ്രബോധനം യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണുള്ളത്? നല്ല ഇടയനെ പറ്റിയുള്ള യേശുവിന്റെ പ്രബോധനം യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണുള്ളത്? ലൈഫ് ലൈൻ പോവാം. റെഡി. seconds remaining. നല്ല ഇടയനെ പറ്റിയുള്ള യേശുവിന്റെ പ്രബോധനം യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണ്? പത്താം അധ്യായം. കമ്പ്യൂട്ടർ പ്ലീസ്. 10ാം അധ്യായം. റൈറ്റ് ആൻസർ. ആ ഭാഗം ഒന്ന് വായിക്കാമോ?
10-ാം അധ്യായം 7-ാം തിരുവചനം മുതൽ. നല്ല ഇടയൻ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആടുകൾക്ക് വേണ്ടി ജീവൻ കളയുന്ന നല്ല ഇടയൻ. ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. ചോദിക്കാം ക്ലമന്റിന്റെ സ്കോർ പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ അവസാന ചോദ്യത്തിന് ക്ലെമന്റ് ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റിന് ക്ലെമന്റിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ ക്ലെമന്റിനുള്ള ടോട്ടൽ സ്കോർസ് 5 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. ഇതുവരെയുള്ള ക്ലെമന്റിന്റെ പോയിന്റ് നില 35 പോയിന്റ്സ്. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കനാൻദേശം സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്? ചോദ്യം ഒരിക്കൽ കൂടി. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്? ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. ആദ്യ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ 35 പോയിന്റ്സ്. ഇനിയാണ് കാനാൻ ദേശം സീസൺ 2-ലെ മോസ്റ്റ് അട്രാക്റ്റീവ് റൗണ്ട്. പോകാം. കാനാൻ ദേശം സീസൺ 2-ൽ 3rd റൗണ്ട്, ദ ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട്. ഇവിടെയും 4 ചോദ്യങ്ങൾ. 4 ചോദ്യത്തിനും കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരുടെ സഹായം ചോദിക്കാം. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. മറിച്ച് അവരുടെ സഹായം വേണ്ട, 4 ചോദ്യവും ഡയറക്റ്റ് ഞാൻ ഫേസ് ചെയ്യാം എന്ന് ക്ലമന്റ് എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 40 പോയിന്റ്, മൂന്നാമത്തെ ചോദ്യത്തിന് 80 പോയിന്റ്, നാലാമത്തെ ചോദ്യത്തിന് 160 പോയിന്റ്. അങ്ങനെ ടോട്ടൽ ഈ ഒരു റൗണ്ടിൽ മാത്രം 300 പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലമന്റ് എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ഡയമണ്ട് റൗണ്ടിൽ ഡയറക്റ്റ് പോകുന്നോ അതോ കമ്പാനിയൻസിന്റെ സഹായം തേടുന്നോ? ഡയറക്റ്റ് പോകാം. ആ മുഖത്ത് കോൺഫിഡൻസ്. റെഡിയല്ലേ? റെഡിയാണ്. പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്ലമന്റിനുള്ള ആദ്യത്തെ ചോദ്യം. തന്റെ അസ്ഥികൾ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചത് ആര്? തന്റെ അസ്ഥികൾ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് ആര്? ഡയമണ്ട് റൗണ്ടിൽ 20 പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇല്ല, ലൈഫ് ലൈൻ ഇല്ല. പറയാം. മോശ. ഒന്നുകൂടെ ആലോചിച്ചു. പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. ജോസഫ്. കമ്പ്യൂട്ടർ പ്ലീസ്. ജോസഫ് ഇസ് ദ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം 20 പോയിന്റ്സിന്റെ ചോദ്യം. ചോദിക്കാം. ഷാലറ്റിനോട് ചോദിക്കാം സ്കോർ ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ആദ്യ ചോദ്യത്തിന് ക്ലെമന്റിന് ലഭിക്കുന്നു 20 പോയിന്റ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ലാസ്റ്റ് മൊമെന്റിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ക്ലെമന്റ്,
ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ലൈഫ്? എങ്ങനെയായിരുന്നു? ഞാൻ 22 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ഡൈസസിന്റെ കീഴിലുള്ള ITC-യിൽ ഞാൻ ഇൻസ്ട്രക്ടറായിരുന്നു. 8 കൊല്ലം അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡൈസസിന്റെ കീഴിൽ കഴക്കൂട്ടത്ത് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. അതില് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറായിട്ട് 6 കൊല്ലം വർക്ക് ചെയ്തു. ഈ സമയത്തൊക്കെയാണ് ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ മകനൊക്കെ ആയി സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് സെൽഫ് ഫിനാൻസ് ആണ്, പൈസ കുറവാ. നേരെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയത് 2.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പക്ഷെ ഈ 2.5 വർഷവും എന്റെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിൽ ഞാനവിടെ ഈ ക്യാമ്പുകളിൽ ചെന്ന് വചനം പറയുകയും അതുപോലെ അബുദാബി പള്ളിയിലും ഷാർജ പള്ളിയിലും ദുബായ് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പറ്റുന്ന സമയത്തൊക്കെ നൈറ്റ് വിജിലിന് പങ്കെടുക്കുക, വചനം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ പോയിട്ടും ആ വിശ്വാസത്തിൽ നിന്നും പിന്മാറിയില്ല. തീർച്ചയായിട്ടും അവിടെ വെച്ചാണ് വിശ്വാസത്തിന്റെ തീഷ്ണത കൂടിയത്. കാരണം നമ്മുടെ കൺമുന്നില് ഈ നന്മയും തിന്മയും നിൽക്കുന്ന കാണാം. അവിടെയും പിടിച്ചു നിന്നു. ഒരുപാട് വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെ കൂടെ പോയി പറഞ്ഞ് കുറച്ച് വചനം പങ്കുവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിലൂടെ നമുക്ക് ബലം കിട്ടുന്നുണ്ട് അവിടെ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞാല് എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയിലും പരിശുദ്ധാത്മാവ് നിറയുകയുള്ളൂ. അപ്പൊ ആ ഒരു അനുഭവം ശുശ്രൂഷയിലൂടെയാണ് എനിക്ക് കിട്ടിയത് അവിടെ നിന്ന്. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലെമന്റിന്റെ ലൈഫിന്റെ ഒരു പാറ്റേൺ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. ഡയമണ്ട് റൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 ചോദ്യങ്ങൾ കൂടി മാത്രം. റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്ലെമന്റിനുള്ള 2ാമത്തെ ചോദ്യം. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ആരോടാണ് യേശു ഇങ്ങനെ ചോദിച്ചത്? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ആരോടാണ് യേശു ഇങ്ങനെ ചോദിച്ചത്? സബദീപുത്രന്മാരായ യോഹന്നാനോടും യാക്കോബിനോടും. സബദീപുത്രന്മാരായ യോഹന്നാനോടും യാക്കോബിനോടും. കമ്പ്യൂട്ടർ പ്ലീസ്. സബദീപുത്രന്മാരോട്. റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ 2ാമത്തെ ചോദ്യം വന്നപ്പോൾ ക്ലെമന്റ് വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലനായിരിക്കുന്നു. ചോദിക്കാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗൈൻ ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ക്ലെമന്റിന്റെ ഉത്തരം കറക്റ്റ് ആണ്. സോ ക്ലെമന്റ് യു ആർ ഗെറ്റിംഗ് 40 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ആദ്യ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പോകാം 3ാമത്തെ ചോദ്യത്തിലേക്ക്. പോകാം. ഇതേ ടെമ്പോയിൽ പോവട്ടെ. റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മിസ്റ്റർ ക്ലെമന്റിനുള്ള 3ാമത്തെ ചോദ്യം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണുള്ളത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഉള്ളത്? മുഖം കണ്ടിട്ട് കോൺഫിഡന്റ് ആണ്. ബട്ട് റിമെമ്പർ, ദിസ് ഈസ് ദ ഡയമണ്ട് റൗണ്ട്. പറഞ്ഞോളൂ. നിയമാവർത്തനം. നിയമാവർത്തനം. ഉറപ്പാണോ? ഉറപ്പാണ്. ആലോചിക്കാനൊന്നുമില്ല. ഒന്നുകൂടെ. വേറൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പഞ്ചഗ്രന്ഥിയിലുള്ള ഒരു പുസ്തകം. പുറപ്പാട്. കമ്പ്യൂട്ടർ പ്ലീസ്. ലേവിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ലാസ്റ്റ് മൊമെന്റിലാണ്. മനസ്സിൽ വന്നിരുന്നോ? മനസ്സിൽ വന്നിരുന്നു.
പിന്നെ പെട്ടെന്ന് സമയം, അതായത് പഞ്ചഗ്രന്ഥിൽ നിന്ന് പെട്ടെന്ന് പുറപ്പെടുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ മൂന്നാമത്തെ പുസ്തകമായ ലേബിയറില് കൃത്യമായിട്ട് വന്നതാണ്. അത് ഞാനിത് ഇന്നലെയും വായിച്ചതാണ്, ഇന്നും ഇവിടെ ഇരുന്ന് വായിച്ചതാണ്, ക്ലാസ് എടുക്കുന്നതാണ്, ഒക്കെയാണ്. ചില സമയങ്ങളിൽ അല്ലേ അങ്ങനെ സംഭവിക്കാം. കർത്താവിനൊരു പദ്ധതിയുണ്ട്. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. അപ്പോൾ ഡയമണ്ട് റൗണ്ടിൽ 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ക്ലമന്റിന്റെ പോയിന്റിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ 3rd ക്വസ്റ്റിന് മേ ബി ഒരു ബാഡ് ലക്ക് ആവാം, ക്ലെമന്റിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്സ്. അങ്ങനെ ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റിനിലേക്ക് പോകാൻ സമയമാകുന്നു. ഈ എപ്പിസോഡിലെയും ഫൈനൽ ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് കാനാൻ ദേശത്തെ പറ്റി ക്ലമന്റിന് എന്താ പറയാനുള്ളത്? കാനാൻ ദേശം എന്ന പ്രോഗ്രാം, ഈ പ്രോഗ്രാം കഴിഞ്ഞ വർഷം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സിലും എന്റെ കുടുംബത്തിലും ഉണ്ടായ ഒരിത്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവനുമുള്ള സൃഷ്ടികളോട് വചനം സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ എന്റെ ആഗമനം അടുത്തിരിക്കുന്നു. ലോകം മുഴുവനുമുള്ള സൃഷ്ടികളോട് വചനം പറയുവാൻ വേണ്ടി കർത്താവ് ഈ കാലഘട്ടത്തില് ഡിവൈൻ എന്ന ഈ പുണ്യഭൂമിയിൽ കർത്താവ് കൊടുത്ത പുതിയ ഒരു ഗിഫ്റ്റാണ് കാനാൻ ദേശം. ഞാൻ ഇന്നിവിടെ ഇരുന്ന് പറഞ്ഞ ഒരു വചനം ഈ ലോകത്തിന്റെ പല മേഖലകളിലും ഇരുന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്നത് തന്നെ ഈ ലോകം മുഴുവനിലുള്ള സൃഷ്ടികളോട് വചനം പറയുന്നതിൽ ഈ എളിയവനും പാപിയുമായ ഞാനും പങ്കുകാരനാകുന്നു എന്ന ഏറ്റവും വലിയൊരു സന്തോഷം. ഇതാണ് ഈ കാനാൻ ദേശം കൊണ്ട് എനിക്ക് ഉദ്ദേശിക്കാൻ, എന്നാൽ എന്റെ ശുശ്രൂഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് ഞാനിത് കാണുന്നു. താങ്ക് യു ക്ലമന്റ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അപ്പോൾ കാനാൻ ദേശത്തിന്റെ ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്ലമന്റിനുള്ള 4ാമത്തെ ചോദ്യം. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞ ലേഖകൻ ആരാണ്? ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞ ലേഖകൻ ആരാണ്? യാക്കോബ്. ചോദിക്കട്ടെ, ഒരു സംശയത്തിലാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. യാക്കോബ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ ഫൈനൽ ക്വസ്റ്റ്യൻ. ഒത്തിരി സന്തോഷം തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം യൂദാസ് യാക്കോബാണ് ആദ്യം തോന്നിയത്. യൂദാസ് യാക്കോബ്. കാരണം ഇവർ രണ്ടുപേരുമാണ് അത് ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ സഭയിലുള്ള മറ്റു പ്രവർത്തകരുടെ ഈ ദൈവനിഷേധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് രണ്ടും കിടക്കുകയായിരുന്നു, വന്നിരുന്നു. അതെ. അനുഭവം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും മൗനമായി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് കുട്ടികളോടും വൈഫിനോടും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. അനുഭവം പ്രതീക്ഷിച്ചതിലും നല്ല ഒരു സ്കോർ ആയിരിക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കാം, നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ ഡയമണ്ട് ക്വസ്റ്റ്യന് ക്ലെമന്റ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ക്ലെമന്റിന് ലഭിക്കുന്നു 20 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ക്ലെമന്റിനുള്ള ടോട്ടൽ സ്കോർസ് 80 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ 5 പോയിന്റ്സ്. The grand total is 115 points. And congratulations, Clement. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കാനാൻ ദേശം സീസൺ 2 പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്? ചോദ്യം ഒരിക്കൽ കൂടി. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണിത്?
ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. 115 out of 400. തീർച്ചയായിട്ടും തൃപ്തനല്ലേ? തൃപ്തരാണ്. കാരണം കർത്താവ് തന്ന ബോധ്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എടുത്ത വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമായിരുന്നു. അത് അനുസരിച്ചാണ് കർത്താവ് നയിക്കുന്നത്. കർത്താവിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഞാനും എന്റെ സഹപ്രവർത്തകരും വന്ന് പറയേണ്ട കാര്യങ്ങളാണ് കർത്താവ് ആഗ്രഹിച്ചത്. തീർച്ചയായും അത് ആ ദൗത്യം പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം മിസ്റ്റർ ക്ലെമന്റ്. താങ്ക് യു. ഇനിയും ക്ലെമന്റിന്റെ തൂലികകൾക്ക് കൂടി നല്ല നല്ല ഗാനങ്ങൾ പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ വർക്കിന് എത്രയും പെട്ടെന്ന് ഒരു റിലീസിംഗ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കാനാൻ ദേശം സീസൺ 2 വന്നതിൽ വളരെ സന്തോഷം. കാനാൻ ദേശം സീസൺ 2 സ്നേഹത്തോടെ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റും മെമ്മന്റോയും ഉണ്ട്. പ്ലീസ്. കണ്ടക്കടവിൽ നിന്ന് വന്ന മിസ്റ്റർ ക്ലെമന്റുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അപ്പം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. സുഹൃത്തുക്കൾ? ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. വിബ്ജിയോർ എന്നാണ് പേര്. വിബ്ജിയോർ ഓരോരുത്തരുടെയും പേരിന്റെ ആദ്യ അക്ഷരമാണോ? അല്ല, ഞങ്ങൾ 7 പേരാണ്. അപ്പം 7 കളർ വെച്ച് വിബ്ജിയോർ. വിബ്ജിയോർ. നിങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ്? ക്ലോസ്. തിരുവോസ്തിയായ ദൈവമേ, നിന്നെ കാണുവാൻ കഴിയുന്നതാണെന്റെ ഭാഗ്യം. എന്താ മരിക്കാന്നൊന്നും അറിയത്തില്ല ആ സമയത്ത്. പക്ഷെ കരഞ്ഞപ്പോ അങ്ങനെ കരഞ്ഞു. എന്തുകൊണ്ടാ കരഞ്ഞെന്ന് പിന്നീട് ആലോചിച്ചപ്പോ ഒരു ഐഡിയയും കിട്ടിയില്ല. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ദിവ്യ ടോമിനുള്ള 3ാമത്തെ ചോദ്യം. യേശു ശിശുവായിരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് അവനെക്കുറിച്ച് സംസാരിച്ച പ്രവാചിക ആരാണ്? ഡയമണ്ട് റൗണ്ടിൽ 80 പോയിന്റ്സിന്റെ ചോദ്യം. അന്ന. പോകട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.